ഗ്രാഹേണ ഭാഷേന വിധാതുരാവൃതോപി അഹം ചതം യാമി പരമ്പര. ഞാൻ ആരെ ശരണം പ്രാപിക്കുന്നു? ആ പരായണനായ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ള ഭഗവാനെ ഞാനിത് ആശ്രയിക്കുന്നു. കാരണം ഭഗവാനെ ആശ്രയിച്ചാൽ ഭയപ്പെടേണ്ടതില്ല. യക്കശ്ചനേശോ ബലിനൊന്തകോരഗാത് പ്രചണ്ഡവേഗാദഭിധാവതോ വൃശം ഭീതം പ്രപന്നം പരിപാതി യദ്ഭയാത് മൃത്യുപ്രധാവതി. ആരെ ഭയന്നിട്ടാണോ മരണം പോലും ഓടി ഒളിക്കുന്നത്, മരണം പോലും ഓടി ഒളിക്കുകയാണ്. ആരുടെ മുന്നില്? ഭഗവാന്റെ മുന്നിൽ കളിക്കില്ല. എത്ര പേര് ഡോക്ടർമാര് പറയും പരമാവധി പോയാല് ഒരു 2 മാസം 3 മാസം, അതിൽ കൂടുതൽ ആയുസില്ല. ഇനി മെഡിക്കൽ സയൻസിൽ ഇതിന് ചികിത്സയില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈവിട്ട എത്രയോ പേര് ഇപ്പോഴും പയറ് പോലെ ഓടി നടക്കുന്നുണ്ട്. 3 മാസം ആയുസ്സുള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ തട്ടിപ്പോയി. ആളിപ്പോഴും സുഖമായിട്ട് നടക്കണ്ട. എന്താ കാരണം? ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാല് ആ ഭഗവാന്റെ മുന്നിൽ ആർക്ക് ധൈര്യമില്ല? മരണത്തിന് പോലും ധൈര്യമില്ല. മരണം മൃത്യു പ്രധാവതി. അങ്ങനെയുള്ള ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. അപ്പൊ ആര് കൈവിട്ടാലും ശരി, ആരെ ആശ്രയിച്ചാൽ മതി? ഭഗവാനെ ആശ്രയിച്ചാൽ മതി. സർവാത്മന ഭഗവാനെ ആശ്രയിച്ചപ്പോഴാണ് ഗജേന്ദ്രന് കഴിഞ്ഞ ജന്മത്തില് താൻ പഠിച്ച ഉരുവിട്ട ശ്ലോകങ്ങള് ഓർമ്മ വരിക. ശ്രദ്ധിക്കണത് അടുത്ത അധ്യായത്തിൽ ആദ്യത്തെ ഏവം വ്യവസിതോ ബുദ്ധ്യ സമാധായ മനോഹൃതി ജജാപ പരമം ജാപ്യം പ്രാഗ്ജന്മനി അനുശിക്ഷിതം. ശ്രദ്ധിച്ചോ? മനസ്സിലായോ? എന്താ മനസ്സിലായത്? കഴിഞ്ഞ ജന്മത്തില് ആരായിരിക്കുമ്പോ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യ രാജാവായിരിക്കുന്ന സമയത്ത് താൻ എന്താണോ പഠിച്ചത്, ഉരുവിട്ടത്, ആ ശ്ലോകങ്ങളെല്ലാം ആർക്ക് ഓർമ്മ വന്നു? ഗജേന്ദ്രന് ഓർമ്മ വന്നു. നമുക്ക് ഭരതന് ഓർമ്മ വന്നു ഇന്നലെ പറഞ്ഞില്ലേ? പൂർവജന്മ സ്മരണ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ആ ശ്ലോകങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പൊ എന്ത് ചെയ്തു? നോക്കിയപ്പോ ധാരാളം താമരപ്പൂവുണ്ട്. ഓരോ താമരപ്പൂവായിട്ട് അങ്ങോട്ട് എടുത്ത് ഭഗവാന്റെ പാദത്തിലേക്ക് ഗംഭീരായിട്ട് ആര് സ്തുതിക്കാണ്? ഗജേന്ദ്രൻ സ്തുതി. ഓം നമോ ഭഗവതേ തസ്മൈ യതേതച്ചിദാത്മകം പുരുഷായ ആദിബീജായ പരേശായാപി ധീമഹി എന്ന് ഓരോ താമരപ്പൂ അങ്ങനെ അർച്ചിച്ചുകൊണ്ട് ആ ഗജേന്ദ്രൻ ഭഗവാനെ ആനന്ദ കണ്ണീരോടുകൂടിയിട്ട് അങ്ങനെ സ്തുതിച്ചു. ഓരോ ആ ശ്ലോകങ്ങൾ അങ്ങനെ കഴിയുമ്പോഴേക്കും ഓരോ താമരപ്പൂവ് എവിടെ ഭഗവാന്റെ പാദത്തിൽ ലക്ഷ്മി ദേവിയുടെ മടിയില് തലയും വെച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് ഭഗവാൻ. അപ്പൊ കാൽക്കലേക്ക് ഇങ്ങനെ താമരപ്പൂ ഇങ്ങനെ വന്ന് വീഴുന്നു. ആ താമരപ്പൂക്കൾ ഇങ്ങനെ വന്ന് വീഴുന്നത് കണ്ടപ്പോ ശ്രദ്ധിച്ചു. അപ്പോഴാണ് കേട്ടത് ആരുടെ? ഗജേന്ദ്രന്റെ നമശാന്തായ ഘോരായ മൂഢായ ഗുണധർമ്മിണേ നിർവിശേഷായ സാമ്യായ നമോ ജ്ഞാനഘനായ ച. ഗംഭീരമായിട്ട് ആ ഗജേന്ദ്രൻ അങ്ങനെ സ്തുതിക്കുക. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ നമോപവർഗായ പരായണായ. നമോപവർഗായ മോക്ഷം തന്നെ, മോക്ഷം നൽകുന്നവെന്നല്ല പറഞ്ഞത്, മോക്ഷമാണ് ഭഗവാൻ. ആശ്രയം ഭഗവാൻ മാത്രം. ആ ഭക്തിഭാവത്തോടു കൂടിയിട്ട് ഗജേന്ദ്രൻ നെഞ്ചുപൊട്ടി വിളിച്ചു. ഭഗവാന്റെ പാദത്തിലേക്ക് താമരപ്പൂകൾ അങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭഗവാൻ ഞെട്ടി. എന്തേ? താമരപ്പൂ വീഴുന്നില്ല.
താമരപ്പൂ വീഴുന്നില്ല. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ആ ചെളിക്കുണ്ടിലേക്ക് ഗജേന്ദ്രൻ മുങ്ങിത്താഴാൻ പോവാണ്. ആ മുതലയുടെ പിടുത്തം ശക്തിയായി. ഇനി അടുത്ത നിമിഷം തന്നെ ആ ചെളിക്കുണ്ടിലേക്ക് തന്റെ ഭക്തൻ മുങ്ങിപ്പോകുമെന്ന് തോന്നിയപ്പോ പെട്ടെന്ന് മനസ്സിന്റെ വേഗതയില് ഗരുഡാരൂഢനായി നേരെ എവിടെ? ആ താമരപ്പൊയ്കയുടെ മുകളിൽ ഏവം ഗജേന്ദ്രം ഉപവർണിത നിർവിശേഷം ബ്രഹ്മാദയോ വിവിധലിംഗഭിതാഭിമാന നിതേയതോപസസും നിഖിലാത്മകത്വാത് തത്രാഖിലാമരമയോ ഹരി. ആവിരാസി, ഹരിയായിട്ട് ഭഗവാൻ അവിടെ ആവിരാസി. ഗരുഡാരൂഢനായിട്ട് ആ താമരപ്പൊയ്കയുടെ മുന്നില് ഗജേന്ദ്രന്റെ മുകളില് ഭഗവാൻ ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് അങ്ങട് പ്രത്യക്ഷപ്പെട്ടു. ഗജേന്ദ്രൻ നോക്കുമ്പോഴേക്കും സാക്ഷാൽ ഭഗവാൻ. എന്തെന്നില്ലാത്ത സന്തോഷം. അപ്പോഴാണ് നോക്കിയപ്പോഴും ഒരു താമരപ്പൂ ബാക്കി. നേരിട്ട് ഭഗവാന്റെ പാദത്തിലേക്ക് അർച്ചിക്കാൻ ഒരു പൂ ബാക്കിയുണ്ട്. ആ താമരപ്പൂ ഇങ്ങോട്ട് എടുത്തു, പൊട്ടിച്ചെടുത്ത് നേരിട്ട് ആ ഭഗവാനെ കണ്ടുകൊണ്ട്, ശബ്ദമൊന്നും പുറത്തേക്ക് വരില്ല, വേദന അത്രമാത്രം വേദന കൊണ്ട് പുളയാണ്. പക്ഷേ ആ വേദനയെല്ലാം കടിച്ചമർത്തി ഭക്തി പരവശനായി സ്വന്തസരസ്വരുബലേന ഗൃഹീതാർത്തോ ദൃഷ്ട്വാ ഗരുത്മതിഹരിം കൗപാത്തചക്രം. ഗരുഡാരൂഢനായിട്ടുള്ള ആ ചക്രായുധനായിട്ടുള്ള ഭഗവാനെ കണ്ടുകൊണ്ട് ഉത്ക്ഷിപ്യ സാംബുജകരം, ആ താമരപ്പൂടോടിയുള്ള തുമ്പിക്കൈയങ്ങോട് ഉയർത്തി ഗിരമാഹ ഗൃച്ഛ്രാത്, വേദനയോടുകൂടി വിളിച്ചു. എന്താ വിളിച്ചത്? നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ആ താമരപ്പൂ ഭഗവാന്റെ പാദത്തിലേക്ക്. അപ്പൊ തന്നെ ഒരു നിമിഷം പോലും കാത്തിരുന്നില്ല. ആ ചക്രായുധനായിരിക്കുന്ന ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് ആദ്യം ആ മുതലയുടെ കഴുത്തം കിടന്നു. മുതലേക്കാണോ ആദ്യം? അതെ. ഭക്തന് അല്ല മോക്ഷം, പിന്നെ ആർക്കാ? ഭക്തന്റെ കാല് പിടിച്ചവന് ആദ്യം മോക്ഷം. ഭക്തന്റെ കാല് പിടിച്ചവന് ആദ്യ മോക്ഷം. അത് കഴിഞ്ഞിട്ടാണ് ആ തുമ്പി കൈ ഇങ്ങോട്ട് പിടിച്ചു. തുമ്പി ഇവിടെ ഒരൊറ്റ വലിയ ഇങ്ങോട്ട് വലിച്ച് തന്നിലേക്ക് ഇങ്ങോട്ട് ചേർത്തു. അപ്പോൾ തന്നെ ആ ഭഗവത് രൂപിയായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഗജേന്ദ്രോ ഭഗവത് സ്പർശാത് വിമുക്തജ്ഞാനബന്ധന പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാശ്ചതുർഭുജ. സാരൂപ്യമുക്തി. അന്നേരം പൊന്നുവത്രേ മുരരിപു ഗരുഡാരൂഢനായി ധ്യാനശക്തിയ നക്രം ചക്രേണ കൊന്ന കരിവരനത സായുജ്യമേകീ മുകുന്ദൻ എന്ന് ആ ഗജേന്ദ്രന്റെ കഥ അല്ല, നമ്മുടെ കഥ. ഈ ഒരു ഗജേന്ദ്രന്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആനക്കഥയല്ല, ഇത് നമ്മുടെ കഥയാണ്. എന്താ? ഓരോരോ സുഖ സൗകര്യങ്ങള് വന്നു ചേരാം, അതെപ്പോ വേണമെങ്കിലും നഷ്ടപ്പെടാം. അത് നമുക്ക് അർഹതപ്പെട്ടതോ അല്ലെങ്കിൽ അത് കൂടുതലൊന്നും നമ്മൾ ഒരുപാട് മോഹിക്കരുത്. അങ്ങനെ വെള്ളം കുടിക്കാൻ വന്നാൽ വെള്ളം കുടിച്ചാൽ മതി.